എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഫാദർ ഒ തോമസ് എന്നാണ്. ഞാൻ താമസിക്കുന്നത് നേരത്തെ ഒറിജിനലി പട്ടാഴിയായിരുന്നു. ഇപ്പോൾ ഞാൻ വീട് വെച്ച് താമസിക്കുന്നത് പട്ടാഴിക്ക് അടുത്തുള്ളൊരു സ്ഥലം തലവൂരാണ്, കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ബഹുഭൂരിപക്ഷം കാലങ്ങളിൽ ഞാൻ കേരളത്തിന് വെളിയിലായിരുന്നു. ഏകദേശം 25 വർഷം വടക്കേന്ത്യയിലായിരുന്നു. അതിനുശേഷം 3 വർഷം ഒമാനിലായിരുന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ 2 വർഷം ഞാനും കുടുംബമായിട്ട് കാനഡയിലായിരുന്നു. ഈ വിദേശ ജീവിത സമയത്ത് ഞാൻ പോകാത്ത രാജ്യങ്ങൾ വളരെ കുറവാണ്. മിക്കവാറും ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. ഞാൻ വൈദ്യ സെമിനാരിയിലെ പഠനം കഴിഞ്ഞ ശേഷം 1976 വൈദികനായി. കൊല്ലം ഭദ്രാസനമായിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. കൊല്ലം ഭദ്രാസനത്തിൻ്റെ വൈദികനായിട്ട് ഞാൻ ഇടവകയുടെ ചുമതലയേറ്റു. ആദ്യമായിട്ടുണ്ടായിരുന്ന എൻ്റെ ഇടവക കേരളത്തിൻ്റെ തെക്കേ അറ്റം കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ കുലശേഖരം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ 3 വർഷം ദൈവവേല ചെയ്തതിന് ശേഷം എൻ്റെ ഒരു സുഹൃത്തായ ഒരു വർഗീസ് അച്ഛൻ ബിലായിലുണ്ടായിരുന്നു. അന്ന് തേവദസിരിമേനിയായിരുന്നു ബിലായിലെ ചുമതല. അച്ഛൻ്റെ ആവശ്യമനുസരിച്ച് ഞാൻ കുടുംബമായിട്ട് നോർത്ത് ഇന്ത്യയിലെ സുവിശേഷ വേലകൾക്ക് വേണ്ടിയും ഇടവക ശുശ്രൂഷയ്ക്ക് വേണ്ടിയും വിദ്യാഭ്യാസ മേഖലയിലുമായിട്ട് പ്രവർത്തിക്കുവാൻ ദൈവം ഇടയാക്കി. 91 ഞങ്ങൾ തിരിച്ച് നാട്ടിൽ വന്നു. അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന സമീപ പ്രദേശങ്ങളിലെ ഇടവകളിലെ ദൈവ ശുശ്രൂഷയായിരുന്നു. നാഗ്പൂർ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച്, ബൊക്കാറോയിലെ സെൻറ്റ് മേരീസ് ചർച്ച്, ബൊക്കാറോയിൽ ഹയർ സെക്കൻഡറി സ്കൂള്, നാഗ്പൂരിലെ സെൻറ്റ് മേരീസ് സ്കൂള്, ഈ സ്കൂളുകളിലെല്ലാം വടക്കേ ഇന്ത്യയിൽ ഞാൻ സ്ഥാപിച്ചു സ്കൂളുകളാണ്. അതുപോലെ അവിടെ നോർത്ത് ഇന്ത്യയിൽ ധാരാളം പള്ളികളെ ആ സമയത്ത് അവിടെ പണിയുവാൻ ദൈവം ഇടയാക്കി. നാട്ടിൽ വന്നതിന് ശേഷം 2002 മുതൽ ഞാൻ വിദ്യാഭ്യാസ മേഖലയിലേക്ക് മാറി. ഞാൻ നോർത്ത് ഇന്ത്യ വെച്ച് തന്നെ MAയും MPhilഉം PhDയും പാസ്സായി. എടുത്തതിന് ശേഷം ഇവിടെ വന്നു. ആദ്യമായിട്ട് ഇവിടെ സ്കൂൾ തുടങ്ങുന്നത് കൊട്ടാരക്കരയ്ക്കടുത്ത് മൈലം NGM ഹയർ സെക്കൻഡറി സ്കൂളാണ്. അതിൻ്റെ ഫൗണ്ടറും ആദ്യത്തെ പ്രിൻസിപ്പലുമാണ് ഞാൻ. അതിനുശേഷം അവിടെ നെല്ലിക്കുന്നത്തെ മൗണ്ട് കാർമേൽ എന്നുള്ള സ്കൂളിലെ പ്രിൻസിപ്പലായിരുന്നു. കഴിഞ്ഞ 20 വർഷമായിട്ട് കടമ്പനാട് സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിട്ട് സേവനം ചെയ്യുമായിരുന്നു. 2020 പള്ളിയിൽ നിന്ന് പെൻഷനാവുന്ന അവസരത്തിൽ സ്കൂളിൽ നിന്നും ഞാൻ വിരമിച്ചു. എൻ്റെ ഇന്ത്യക്ക് വെളിയിലേക്കുള്ള ജീവിതം ആരംഭിക്കുന്നത് ആദ്യമായിട്ട് ഒമാനിലാണ്. 1988 ഞങ്ങൾ കുടുംബമായിട്ട് ഇടവക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒമാനിലേക്ക് പോകുന്നത്. അവിടെ ഒമാനിൽ റൂബി സെൻറ്റ് ഗ്രിഗോറിയോസ് പള്ളിയുടെ ചുമതലയായിരുന്നു. അന്ന് ഒമാനിൽ വേറെ പള്ളികളൊന്നും ഇല്ലായിരുന്നു. ആ പള്ളിയായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ സമീപ പ്രദേശത്തുള്ള ദേവാലയങ്ങളായിട്ടില്ലായിരുന്നു, കോൺഗ്രിഗേഷൻസൊക്കെ ആയിരുന്നു. അവിടെ ഉള്ള ശുശ്രൂഷകളും ദൈവജനങ്ങളുമായിട്ടുള്ള ബന്ധവും അവരുടെ ജീവിതശൈലിയും അവരുടെ കുട്ടികളുടെ പഠനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒമാനിലെ പള്ളിയുടെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ട് അവിടെ ഏകദേശം 5000-ഓളം മെമ്പേഴ്സുണ്ട്. ഞായറാഴ്ച വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവരുടെ എണ്ണം നോക്കിയപ്പോഴേ എനിക്കൊരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ വിശുദ്ധ കുർബാന കൊടുത്താലും തീരാത്ത തരത്തിൽ ധാരാളം ആളുകൾ വിശുദ്ധ കുർബാന അനുഭവിക്കാൻ വരുമായിരുന്നു. ഇവിടെ 500 വീട്ടുകാരുള്ള ഇടവകയിൽ സാധാരണ ഒരു 10, 25, 50 പേര് കഷ്ടിച്ച് വരുന്നൊരു സാഹചര്യത്തിൽ അത്രയും മെമ്പേഴ്സുള്ള ആ വലിയ ഇടവകയിൽ ആ ആളുകളുടെ എല്ലാം ആത്മീയ ജീവിതമാണ് ഞാൻ മനസ്സിലാക്കിയത്. അവരെന്തുമാത്രം ദൈവമായിട്ട്, ഇടവകയുമായിട്ട്, സമൂഹമായിട്ട് ബന്ധപ്പെട്ട ആത്മീയ ജീവിതം അവരെ കരിപ്പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹമാണ്. കാരണം കേരളത്തിൽ ജീവിച്ചിരിക്കുന്നവർ അവർക്ക് മറ്റു വറീസൊന്നുമില്ല. നേരെ മറിച്ച് പ്രവാസ ജീവിതത്തിൽ പോകുന്നവർക്ക് അവരുടെ ജോലിയുടെ അസ്ഥിരത, എപ്പോൾ ജോലി നഷ്ടപ്പെടും, അടുത്ത ജോലി എങ്ങനെയാണ്, അവിടെ നാട്ടിലുണ്ടായിരിക്കുന്ന ആളുകളുടെ ഭാര്യമാരെ, കുഞ്ഞുങ്ങളെ, അവരെ പറ്റിയുള്ള ആകുല ചിന്തകൾ, അവരെപ്പോഴും ടെൻഷനിലാണ്. അപ്പോഴവർക്ക് അടുത്തിരിക്കാനുള്ള ഏക സ്ഥലം ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ്
ആത്മീയത ഈ കേരളത്തിൽ കാണുന്നതിനേക്കാൾ വളരെ വളരെ വിപുലമായ, വളരെയധികം അഗാധമായ, വളരെ ഡീപ്പായിട്ടുള്ള ദൈവികമായ ബന്ധമാണ് അവർക്കുള്ളത്. കാരണം അവിടുത്തെ ശുശ്രൂഷ ഇരിക്കുമ്പോൾ തന്നെയാകുമ്പം ധാരാളം ആളുകൾ നാട്ടിലേക്ക് വരുന്നതിന് വേണ്ടി അവരുടെ ഇങ്ങോട്ടുള്ള യാത്രയുടെ തലേ ദിവസം ആവശ്യപ്പെടാതെയും അവരിങ്ങോട്ട് നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് ഒരു രാജ്യത്തു നിന്ന് ഈ രാജ്യത്തേക്ക് വരുമ്പോൾ അവർ എയർക്രാഫ്റ്റിൽ കൂടെയുള്ള യാത്രയാണ് ചെയ്യുന്നത്. അവർക്കെല്ലാം മാനസികമായ സംഘർഷങ്ങളുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എത്തിയെന്ന് പറയാം. അപ്പോൾ ആ ഒരു അസ്ഥിരതയുടെ സമയത്ത് ജീവിതത്തിൻ്റെ ഒരു സ്ഥിരത കണ്ടെത്തുവാൻ, ആശ്വാസം കണ്ടെത്തുവാൻ ദൈവാശ്രയം ആണ് ഏറ്റവും കൂടുതലായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തിലും ഇടവക ജീവിതത്തിലും വിശ്വകുർബാന അനുഭവത്തിലും ദൈവമായിട്ടുള്ള ബന്ധം ആവശ്യമാണ്. ഇവിടെ ഉള്ളവർക്ക് അത്രയും ആവശ്യം തോന്നുകയില്ല. കാരണം അവർക്ക് മറ്റ് വറീസൊന്നും വലുതായിട്ടില്ല. അവർക്ക് അന്യപ്പെടിയിലില്ല. അവരുടെ ഭാര്യമാരല്ലെങ്കിൽ ഭർത്താക്കന്മാർ അവിടെ കൂടുണ്ട്. അവിടെയൊന്നും അങ്ങനെയുള്ള ഒരു ജീവിതശൈലി ഉണ്ടാക്കാൻ പ്രയാസമാണ്. കാരണം അന്നത്തെ കാലത്തൊക്കെ ഒമാൻ എന്ന് പറയുന്ന രാജ്യം ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഒമാൻ എന്ന് പറയുന്ന രാജ്യമാണ് എനിക്ക് ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളതും ഏറ്റവും കാമാൻ ക്വയറ്റായിട്ടുള്ളതും എല്ലാ സമൂഹത്തെയും എല്ലാ സമുദായത്തെയും ഒരുപോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യം അതാണ്. മറ്റുള്ള ഈ UAE-യിലും മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലും ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെയെങ്ങും ഒമാനിൽ നമ്മുടെ ജനങ്ങൾ അനുഭവിക്കുന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യവും സന്തോഷവും കൂട്ടായ്മയും മറ്റൊരിടത്തും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ദൈവത്തെ നേരിട്ട് കാണാനുള്ളതായ അവസരം എനിക്ക് ഒമാനിലെ ജീവിതത്തിൽ വെച്ചുണ്ടായി. അതായത് ഞാനന്ന് കുവൈറ്റിന് പോകാനുള്ള ഒരു പ്രോഗ്രാമിൽ ഇരിക്കുമായിരുന്നു, ഞാനും കുടുംബമായിട്ട്. പക്ഷേ അതിന് ഒരാഴ്ചക്ക് മുമ്പ് വന്നിട്ട് എനിക്കൊരല്പം ശ്വാസം മുട്ടലിൻ്റെ ബുദ്ധിമുട്ടുണ്ടായി. അതുവരെ ഞാൻ ഒന്നിനും മരുന്നുകൾ എടുത്തിട്ടില്ല. ശ്വാസം മുട്ടലിനൊന്നും ആസ്മയ്ക്കൊന്നും മെഡിസിൻ എടുത്തിട്ടില്ല. അന്നൊരു ബുധനാഴ്ചയായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് പള്ളിയിലെ കമ്മിറ്റി കൂടി 9 മണിക്ക് ആരംഭിക്കുന്നത്. കാരണം എല്ലാവരുടെയും ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നാണ് കമ്മിറ്റി കൂടുന്നത്. അപ്പോൾ പാഴ്സണി വെച്ചായിരുന്നു ആ കമ്മിറ്റി കൂടിയത്. അപ്പോൾ അങ്ങനെ കമ്മിറ്റി കൂടുന്നതിനകത്ത് എനിക്ക് പോയി അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. എനിക്ക് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോഴേ ഒരു രാത്രി ഒരു 12 മണി ആയപ്പോഴേക്കും 11:30 ആയപ്പോഴത്തേക്കും എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി. കമ്മിറ്റി അംഗങ്ങളെല്ലാവരും കൂടെ കൂടി എന്നെ തൊട്ടടുത്തുള്ള റോയൽ ഹോസ്പിറ്റൽ കൊണ്ടാക്കി. അവിടെ അഡ്മിറ്റ് ചെയ്തു ഡോക്ടേഴ്സിന്. അപ്പോൾ നമ്മുടെ ഡോക്ടേഴ്സുണ്ട്, നമ്മുടെ സിസ്റ്റേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട്. പക്ഷേ അവരാരും അറിയുന്നില്ല എന്നെ അവിടെ അഡ്മിറ്റ് ആക്കി വരും. ഒരു ശ്രീലങ്കൻ ഡോക്ടറായിരുന്നു. ഞാൻ ആസ്മയ്ക്ക് ആദ്യമായിട്ട് ഒരു ഇഞ്ചക്ഷൻ എൻ്റെ ശരീരത്തിന് എടുക്കുന്നത് ആ ദിവസമാണ്. അതായത് കുവൈറ്റ് വാർ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. സദ്ദാം ഹുസൈൻ കുവൈറ്റ് പിടിച്ചടക്കിയ ദിവസമാണ് ആ സംഭവം നടക്കുന്നത്. അപ്പം ഒരു ശ്രീലങ്കൻ ഡോക്ടർ എനിക്ക് മെഡിസിൻ തന്നു. ആംഫിഫൈലിനും അമലോഫിലിനും കൂടെ ചേർത്തുള്ള ഒരു മിക്സഡ് മെഡിസിനാണ് എനിക്ക് തന്നതെന്നാണ് പിന്നീട് ഡോക്ടർ പറഞ്ഞത്. ആ മെഡിസിൻ എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ വായിൽ കൂടെ ഒരു മരുന്നിൻ്റെ സ്മെല്ല് എനിക്ക് തോന്നി. ബ്രീത്ത് ഡിഫിക്കൽട്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ ഐ കനോട്ട് ബ്രീത്ത് എന്ന് പറഞ്ഞപ്പോൾ അന്നേരം ഡോക്ടർ പറഞ്ഞു യു വിൽ ബി ഓൾ റൈറ്റ് ആഫ്റ്റർ ഫിനിഷിങ് ദിസ് മെഡിസിൻ എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. മെഡിസിൻ്റെ 50% കയറി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ബ്രീത്ത് ഡിഫിക്കൽട്ടായി. വീണ്ടും ഞാൻ ഡോക്ടറെ അടുത്ത് എൻ്റെ ഈ ബ്രീത്ത് ചെയ്യാനൊക്കാത്ത ഡിഫിക്കൽട്ടി പറഞ്ഞപ്പോഴും വീണ്ടും ഈ രീതിയിൽ എന്നെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. മെഡിസിൻ്റെ ഒരു 3/4 ഭാഗം ആയപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ശ്വാസം നിന്നുപോയി. റെസ്പിറേറ്ററി അറസ്റ്റായി. ഉടൻ തന്നെ ബ്രീത്തിങ് മെഷീനകത്ത് എന്നെ അവർ അഡ്മിറ്റാക്കി. മെഷീൻ്റെ സഹായത്തോടു കൂടിയായിരുന്നു പിന്നീട് ശ്വസിക്കുന്നത്. അപ്പോഴത്തേക്കും റെസ്പിറേറ്ററി അറസ്റ്റായി കഴിഞ്ഞപ്പം എൻ്റെ ശരീരത്തും എൻ്റെ ആത്മാവ് ഉയർന്നു പോയി. എനിക്ക് 100% ഡെത്തായി. അപ്പം ഞാൻ കിടക്കുന്ന സ്ഥലത്ത് ഞാൻ ഒരു കട്ടിലയിലാണ് കിടക്കുന്നത്. എൻ്റെ ചുറ്റും എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങളും എനിക്ക് പരിചയമുള്ളവരായിട്ടുള്ള ആളുകളെല്ലാം എൻ്റെ ബെഡിൻ്റെ ചുറ്റും അവരിങ്ങനെ മ്ലാനവദനരായിട്ടിരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. അപ്പം എൻ്റെ ഡെഡ് ബോഡി കിടക്കുന്ന കട്ടിലിൻ്റെ മുകളിൽ ഒരു 2.5-3 മീറ്റർ ഉയരത്തിൽ എൻ്റെ ആത്മാവ് വന്ന് ഈ കട്ടിലിൽ കിടക്കുന്ന ആ രൂപത്തിൽ കട്ടിലിൻ്റെ പാരലായിട്ട് ഉയർന്നു നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടുന്ന് ഓടി മാറുകയാണ് ചെയ്യുന്നത്. ഓടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ
ഈ ഭൂമിയിൽ തൊട്ടിരിക്കുന്നതായ ഭയങ്കര വലിപ്പമുള്ള, അതായത് ഭയങ്കര വലിപ്പമുള്ള ഒരു കുഴലിനകത്തോട്ട് ഞാൻ ചെന്ന് കയറുകയാണ്. ആ കുഴലിൻ്റെ ഒരു ഭാഗം ഭൂമിയിലും ഒരു ഭാഗം സ്വർഗത്തിലും. സ്വർഗമെന്ന് നമ്മൾ വിചാരിക്കുന്നത് ഒരു ഒരു റെഡിഷ് യെല്ലോ കളറുള്ള ഒരു ഭാഗമാണ്, ഒരു അവസ്ഥയാണത്. ഈ കുഴലിൻ്റെ മുകളിലറ്റം അവിടെയാണ് മുട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ കുഴലിനകത്തൂടെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ ആ കുഴലിൻ്റെ ചുറ്റുപാടും എല്ലാം ഇല്യൂമിനേറ്റ് ചെയ്താണ്. ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റാർസ്, ഹൺഡ്രഡ്സ് ഓഫ് സൂര്യനുമായിട്ട് കംപ്ലീറ്റ്ലി ഇല്യൂമിനേറ്റഡാണ്. അപ്പോൾ അതിന് ഭയങ്കര ബ്രൈറ്റ് ലൈറ്റാണ് അതിനകത്ത്. ഭൂമിയിലുള്ള സകല മനുഷ്യനും കൂടെ ഭയങ്കര സ്പീഡിൽ ഓടുക. അന്ന് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചിട്ടില്ല. കമ്പ്യൂട്ടർ മോണിറ്ററൊക്കെ പിന്നീടാണ് ഞാൻ കാണുന്നത്. അപ്പം ഈ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടെ ഓടി ലാസ്റ്റിൽ ഓരോരുത്തരും മാത്രം എൻട്രി ചെയ്യുന്ന ഒരു എൻട്രിയിലേക്ക് ചെന്നു, ഒരു മെയിൻ വാതിലിലേക്ക്. ആ മെയിൻ വാതിലിൻ്റെ ഇടത് സൈഡിൽ ഒരു എക്സ്റേ മെഷീൻ വെച്ചിരിക്കുകയാണ്. വലത് സൈഡിൽ നമ്മുടെ ഇപ്പോൾ കാണുന്ന കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഫേസ് പോലെ എൻ്റെ അത്രയും വലിപ്പമുള്ളതും എൻ്റെ ഏകദേശം ഒരു 5.5 അടി ഉയരവും ഒരു 5.5 അടി വീതിയുള്ള വലിയൊരു മോണിറ്ററാണ്. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇടത്തെ സൈഡിൽ ആ പിക്ചർ നോക്കിയപ്പോൾ എൻ്റെ ഒരു എക്സ്റേ ഫിലിം എനിക്ക് അതിനകത്ത് കാണാം. എനിക്കൊരിക്കലും നിഷേധിക്കാൻ പറ്റത്തില്ല, അത് ഞാനല്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എൻ്റെ ഫീച്ചേഴ്സൊക്കെ എൻ്റെ വളരെ വ്യക്തമായിട്ട് എനിക്ക് കാണാം. വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിനകത്താണ് ഇത് നടക്കുന്നത്. ഉടനെ ഞാനത് കണ്ട് ഞാനാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഞാൻ വലത്തോട്ട് നോക്കിയപ്പം ഒരു വലിയ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഞാൻ കുഞ്ഞുനാൾ മുതൽ ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും, എവരിതിങ് ഈസ് റെക്കോർഡഡ് ദെയർ. പിന്നീടാണ് ഞാൻ വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ദൈവസന്നിധി 2 പുസ്തകങ്ങളുണ്ട്, എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന ജീവൻ്റെ പുസ്തകമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നത്. വെറുതെ ആയിരുന്നു ആ ജീവൻ്റെ പുസ്തകം എന്നൊക്കെ പറയുന്നത് എന്ന് ഞാൻ ധരിച്ചിരുന്നു. വലത്ത് സൈഡിലുള്ള സ്ക്രീനിനകത്ത് എല്ലാ കാര്യങ്ങളും, എനിക്കൊന്നും ഒളിക്കാൻ സാധിക്കത്തില്ല. സകല കാര്യങ്ങളും ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളാണ്. നന്മയും തിന്മയുമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിനകത്ത്, മിനിറ്റിനകത്ത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പ്രകാശ വലയത്തിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അതായിരിക്കും സ്വർഗമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. കാരണം അവിടെ ഒരു വ്യക്തിത്വത്തെ കാണത്തില്ല, യേശുവിനെ കാണാൻ പറ്റത്തില്ല, ദൈവത്തെ നമുക്ക് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഒരു പ്രകാശമാണ്. അതായത് നമ്മുടെ നൈഷൻ ക്രീഡി പറഞ്ഞിട്ട് പ്രകാശത്തിനുള്ള പ്രകാശമാണ് ദൈവം എന്ന് പറയുന്നത്. അവിടെ ഇനിമേൽ നിങ്ങൾക്ക് പ്രകാശം കാണുന്നതിന് വേണ്ടി സൂര്യനോ നക്ഷത്രങ്ങളോ ചന്ദ്രനോ നിങ്ങൾക്ക് ഇനി ഇസ്രായേലിന് ആവശ്യമില്ല, ദൈവം തന്നെ നിങ്ങൾക്ക് പ്രകാശമായിരിക്കുമെന്ന് വെളിപാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ ദൈവം എന്ന് പറയുന്നത് പ്രകാശമാണ് എന്നും പ്രകാശത്തിലുള്ള പ്രകാശമാണ് അവിടെ ഇരിക്കുന്നതെന്നും അതൊരു വ്യക്തിത്വത്തിനേക്കാൾ നമുക്ക് വ്യക്തിത്വം കാണാൻ സാധിക്കത്തില്ല. ഈ അഗ്നിമയമായ അല്ലെങ്കിൽ വളരെ പ്ലസൻ്റായിട്ടുള്ള, വളരെ മൈൽഡായിട്ടുള്ള, സുഖകരമായിട്ടുള്ള കാഴ്ച, ആ ഒരു എറ്റേണൽ ബ്ലിസ്സിൽ ഞാൻ തൊട്ടടുത്ത ശനിയാഴ്ച 11 മണിയായപ്പോഴാണ് എനിക്ക് ബോധം കിട്ടുന്നത്. അതിനിടയ്ക്ക് റെസ്പിറേറ്ററി മെഷീൻ എന്നുള്ള റെസ്പിറേഷൻ നിർത്തുന്നതിന് വേണ്ടി, ട്യൂബ് എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഡോക്ടേഴ്സൊക്കെ രാവിലെ മുതൽ വൈകുന്നവരെ രാത്രി മുഴുവൻ അവിടെ ഇരിക്കുകയാണ്. കാരണം ഇനി ബ്രീത്ത് എടുക്കുമോ ഇല്ലയോ എന്നുള്ളവർ അറിയത്തില്ല, ബ്രീത്ത് ഇത് വയ്ക്കണോ വേണ്ട എന്നുള്ള അറിയത്തില്ല. അങ്ങനെ എൻ്റെ മരണം സുസ്ഥിരമായി. നോർത്ത് ഇന്ത്യയിലുള്ള പള്ളിയിലെല്ലാം അറിഞ്ഞു, അവരെല്ലാം ധൂപപ്രാർത്ഥന ഒക്കെ നടത്തി. ഏതായിരുന്നാലും എൻ്റെ ഡെഡ് ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. അതുപോലെ എൻ്റെ ഇട്ടുകൊണ്ട് വരാനുള്ള കാപ്പ ഏതാണെന്ന് നിശ്ചയിച്ചു. അങ്ങനെ ഒരു പൂർണ്ണമായ മരണവും അടക്കവുമായിട്ടുള്ള അവസ്ഥയിൽ കൂടി കടന്നുപോയി. ശനിയാഴ്ച 11 മണിയായപ്പോൾ എനിക്ക് ബോധം വീണു. എനിക്ക് ബോധം വീണ് കഴിഞ്ഞപ്പോൾ അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്ന്. അന്നേരം ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നവർ പറഞ്ഞു, നമുക്ക് ഇനി ജീവിച്ചിരുന്നാലും വലിയ പ്രയോജനം ഉണ്ടാകത്തില്ല. കാരണം കണ്ണിൻ്റെ റെറ്റിനായിക്കകത്തുള്ള ബ്ലഡ് വെസൽസ് മുഴുവൻ പൊട്ടിപ്പോയി, ഓർമ്മയുണ്ടാകത്തില്ല. ഈ മെഡിസിൻ്റെ എഫക്റ്റ് കൊണ്ട് ബ്രെയിനകത്തുള്ള മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ഓഫ് വെയിൻസ് മുഴുവൻ ബ്രേക്കായിപ്പോയി. അതുകൊണ്ട് ഓർമ്മ ഉണ്ടാകത്തില്ല, കാഴ്ച ഉണ്ടാകത്തില്ല. ജീവനോടിരുന്നാലും ഒരു ശരീരമായിട്ട് അങ്ങനെ ജീവിച്ച് അവസാനിക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആണ് ഞങ്ങളുടെ ഡോക്ടേഴ്സ് റിപ്പോർട്ട് എഴുതി. അപ്പം നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാം അവിടെ ഉണ്ട്. ഞാൻ അത്രയും സമയം ICUവിലായിട്ട് ശനിയാഴ്ച 2:30 ആയപ്പോൾ എന്നെ ഡിസ്ചാർജ് ചെയ്തു. പിറ്റേ ദിവസം ഞായറാഴ്ച വൈകിട്ട് പാഴ്സനേജ് കുർബാനയുണ്ട്. അവിടെ എല്ലാ വെള്ളിയാഴ്ചയാണ് നമ്മുടെ ഞായറാഴ്ചയ്ക്ക് പകരമായിട്ട് വിശുദ്ധ ആരാധന നടത്തുന്നത്.
അപ്പോൾ പാഴ്സനയിൽ ഒരു പ്രൈവറ്റായിട്ട് നമുക്കൊരു ആരാധനയുണ്ട്, വിശുദ്ധ കുർബാനയുണ്ട്. ഞായറാഴ്ച വൈകിട്ടത്തെ വിശുദ്ധ കുർബാനയിൽ ഞാൻ സംബന്ധിച്ചു. എനിക്ക് ഒരു ഓർമ്മക്കുറവും അന്നു മുതലുണ്ടായിട്ടില്ല, ഒരു കാഴ്ചക്കുറവും ഉണ്ടായിട്ടില്ല. മെഡിക്കൽ സയൻസ് മുഴുവൻ ദൈവസന്നിധിയിൽ പരാജയപ്പെട്ടു പോയി. അവരുടെ റിപ്പോർട്ട് എഴുതിയൊക്കെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് ഈ ഹോസ്പിറ്റലിലെ ഭാഗത്തൊന്നും കുറ്റമൊന്നും ഉണ്ടാവാതിരിക്കാനെ കൊണ്ട് ആ റെക്കോർഡ് മുഴുവൻ നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ അനുവാദത്തോടു കൂടിയാണോ അല്ലാതെ അറിയില്ല, അത് മുഴുവൻ അത് മാറ്റിത്തിരുത്തി. കാരണം എനിക്ക് ക്ലെയിമായി ചെയ്തു കഴിഞ്ഞാൽ ആ ഡോക്ടേഴ്സിന് വലിയ പ്രയാസങ്ങളുണ്ടാകും. അതുകൊണ്ട് അതൊക്കെ മാറ്റി അവരുടെ റിപ്പോർട്ടൊക്കെ മാറ്റി എഴുതിയെന്നാണ് പറയുന്നത്. പക്ഷേ മെഡിക്കൽ സയൻസ് അത് ഫൈനലായിട്ട് മെഡിക്കൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇനി എനിക്ക് ഓർമ്മയുണ്ടാവില്ല, എനിക്ക് കാഴ്ച ഉണ്ടാകത്തില്ല, ഞാൻ മനുഷ്യ ശരീരമായിട്ട് കിടക്കുക മാത്രമേ ഉള്ളൂ, എഴുന്നേക്കാകത്തില്ല. എൻ്റെ മൈന്യൂട്ട് പാർട്ടിക്കുള്ള വെയിൻസ് മുഴുവൻ എൻ്റെ ബ്രെയിനിനകത്തുനിന്നും കണ്ണിനകത്തുനിന്നും എൻ്റെ സുഷ്മന നാഡിയിൽ നിന്നും എല്ലാം പോയതുകൊണ്ട് ഇനി ഹോപ്പില്ല എന്ന് പറഞ്ഞ് പറഞ്ഞ വൈദ്യശാസ്ത്രത്തിൻ്റെ മുമ്പിലാണ് പിറ്റേ ദിവസം ഞാൻ രാത്രിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ദൈവത്തിൻ്റെ ഇൻ്റർഫിയറൻസ് എങ്ങനെയാണ് ഒരു വ്യക്തി ജീവിതത്തിൽ ദൈവം നടത്തുന്നതെന്ന്. മനുഷ്യ ബുദ്ധിക്കും മനുഷ്യൻ്റെ ആരോഗ്യത്തിനും മനുഷ്യൻ്റെ ധനത്തിനും ചിന്തയ്ക്കും വൈദ്യശാസ്ത്രത്തിനും ഒക്കെയും അപ്പുറം ഒരു വൈദ്യനുണ്ട്, അത് വ്യക്തമാണ്. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചൊരു സംഭവമാണ്. യഥാർത്ഥത്തിൽ ഈ കൺവെൻഷനൊക്കെ പോകുമ്പോൾ ഞാൻ ആദ്യം അതാണ് പറയുന്നത്. കാരണം ഒരു പ്രത്യാശയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കൂടി അനുഭവിച്ച ഒരാൾ പറയുന്നതും അനുഭവിക്കാത്ത ഒരാൾ പറയുന്നതും രണ്ടും രണ്ടാണ്. അപ്പോൾ അനുഭവിച്ച ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു പ്രത്യേക അവസ്ഥ അനേക ജനങ്ങൾക്ക് പ്രചോദനം നൽകുന്നതാണ്. കാരണം ഒരു പ്രത്യാശയുടെ അനുഭവത്തിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ തൻ്റെ രണ്ടാമത്തെ വരവിലേക്ക് യേശുവുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കത്തുള്ളൂ എന്ന് ഈ സമയത്ത് നമ്മുടെ ജനങ്ങളെ ഓർപ്പിക്കുന്നതും അവരെ പഠിപ്പിക്കുന്നതും നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത് ഞാൻ ദൈവമായിട്ടൊരു എൻകൗണ്ടർ ചെയ്യുന്നത് ഈ 2023 ഡിസംബർ മാസം 17-ാം തീയതിയാണ്. അന്നുണ്ടായൊരു സംഭവം, എനിക്ക് ശാരീരികമായിട്ട് ഞാൻ അല്പം വീക്കായിരുന്നു. കാനഡയിലെ വാൻകൂവറുള്ള ഞങ്ങളുടെ ഇടവയിലെ MC കുറിയാക്കോസ് അച്ഛൻ അന്ന് ഒരു വിദൂര സ്ഥലത്ത് വിശുദ്ധ കുർബാനയ്ക്ക് പോകേണ്ടതായിട്ട് വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ പള്ളിയിലെ അത് സെൻറ്റ് ജോർജ് ഇടവകയാണ്, വാൻകൂവർ സെറിയിലെ സെൻറ്റ് ജോർജ് ഇടവകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അവിടെ കുർബാന മുടക്കണ്ട, ഞാൻ ചൊല്ലിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ വിശുദ്ധ കുർബാന എല്ലാം ചൊല്ലി വിശുദ്ധ കുർബാന ജനങ്ങൾ അവിടെ 60 വീട്ടുകാരേ ഉള്ളൂ. പക്ഷേ അവിടെ വരുന്ന ജനങ്ങൾ ഒരു 10-200 ആളുകൾ കാണും. ഈ എല്ലാവരും പള്ളി വരും. അത്രയും ആളുകളും വിശുദ്ധ കുർബാന അനുഭവിക്കും. ആ പള്ളി വരുന്ന മൊത്തം ആളുകളും വിശുദ്ധ കുർബാന അനുഭവിക്കും. അപ്പം അങ്ങനെ വിശുദ്ധ കുർബാന എല്ലാം ചൊല്ലി കഴിഞ്ഞ് ജനങ്ങൾക്കെല്ലാം വിശുദ്ധ കുർബാന കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് സ്റ്റെപ്പിൽ നിന്ന് കുർബാന കൊടുക്കാനുള്ള ഒരു ബലം തോന്നിയില്ല. അപ്പം അത് ദൈവം നേരത്തെ പ്ലാൻ ചെയ്തായിരിക്കും. അപ്പോൾ ഞാൻ ശോശപ്പ എടുത്തിട്ട് നമസ്കാരമേശയുടെ മുകളിൽ വിരിച്ച് വിട്ടിട്ട് ആ ശോശപ്പയുടെ മുകളിൽ പീലാസ വെച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അങ്ങനെ ജനങ്ങളെല്ലാം വിശുദ്ധ കുർബാന വരിയായിട്ട് വന്ന് അനുഭവിച്ചു. ലാസ്റ്റിൽ ഒരാൾ മാത്രമേ ഉള്ളൂ ബാക്കി. അങ്ങനെ ആ ആളിന് വിശുദ്ധ കുർബാന കൊടുക്കാനെ കൊണ്ട് പീലാസയിൽ നിന്നും കഷണം എടുക്കാൻ കൈ നീട്ടുമ്പോൾ നീണ്ടു പോകുന്നില്ല, അങ്ങോട്ട് കൈ എനിക്ക് അവിടെ വരെ എത്തുന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ മുറിച്ചിട്ടിരിക്കുന്ന കഷ്ണങ്ങൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി എൻ്റെ കൈക്ക് സ്വാധീനക്കുറവ്, എനിക്ക് കൈ നീളുന്നില്ല. അപ്പം തന്നെ ഞാൻ അബോധാവസ്ഥയായി. അപ്പോൾ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ കുഴഞ്ഞു വീണ് മരിക്കുക എന്ന് പറയും. അബ്ദുൽ കലാമൊക്കെ അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മരിച്ചിട്ടാണ് ഈ വീഴുന്നത്. പിന്നീട് ഒരു ജീവിതം ഉണ്ടാകത്തില്ല. കാരണം കുഴഞ്ഞു വീണ് മരിക്കുന്ന കേസല്ല ആ രീതിയിലാണ്. പിന്നീട് ഒരു ചികിത്സയ്ക്കുള്ള ചാൻസ് കിട്ടത്തില്ല. അപ്പോൾ ഞാനങ്ങനെ കുഴഞ്ഞു വീണു മരിച്ചു എന്ന് കുഴഞ്ഞു വീണപ്പോഴത്തേക്ക് അടുത്തുണ്ടായിരുന്ന ശുശ്രൂഷക്കാരെല്ലാം എന്നെ താങ്ങിപ്പിടിച്ച് ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ബോധം വീണു. ബോധം ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോൾ അവരെ പറഞ്ഞതിൽ കുഴഞ്ഞു വീണതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബാക്കി കുർബാന ഞാൻ പൂർത്തീകരിച്ചു. അതാണ് അത്ഭുതം. യാതൊരു വിധമായ ഓർമ്മക്കുറവില്ലാതെ ബാക്കി കുർബാനയെല്ലാം പൂർത്തീകരിച്ചു.
പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ഒരാളിനെ വിശുദ്ധ കുർബാന കൊടുത്തു. വേറൊരു കുഞ്ഞിന് ഗാസായിൽ നിന്നും വിശുദ്ധ കുർബാന കൊടുക്കണമായിരുന്നു. ആ കുഞ്ഞിനും വിശുദ്ധ കുർബാന കൊടുത്തു. കുർബാന പൂർത്തീകരിച്ചു. ത്രോണോസിലെ വിരിയെല്ലാം മടക്കി വെച്ചതിന് ശേഷം ആണ് എനിക്ക് പെയിൻ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ 2 കൈയും എൻ്റെ കഴുത്തും ചെസ്റ്റും ഭയങ്കരമായ കഴപ്പും വേദന. എനിക്കറിയത്തില്ല. അത് പെട്ടെന്ന് തന്നെ പാഴ്സണിൽ നിന്ന് കാപ്പിയൊന്നും കുടിക്കാൻ നിന്നില്ല. ഉടൻ തന്നെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് എൻ്റെ 2 പെൺമക്കളും അവിടെയുണ്ട്. എൻ്റെ സണ്ണില്ലാസ് 2 പേരും അവിടെയുണ്ട്. അപ്പം അവിടെ തന്നെ ആംബുലൻസ് വിളിക്കേണ്ട, അവിടെ വെച്ച് തന്നെ പള്ളി വെച്ച് തന്നെ ആംബുലൻസ് വിളിക്കണമായിരുന്നു. ഒന്നാമത് അന്നേരം വിളിക്കാൻ പറ്റിയില്ല. വീട്ടിൽ ചെന്നിട്ടാവട്ടെ എന്ന് വിചാരിച്ചും കൊണ്ട് വീട്ടിലെത്തി. അപ്പോൾ അവർ വിളിച്ചപ്പോൾ നമ്മളോട് ചോദിച്ചു, എഴുന്നേറ്റിരിക്കുമോ സംസാരിക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എഴുന്നേറ്റിരിക്കും സംസാരിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരത്ര എമർജൻസി ആയിട്ട് അത് കണ്ടില്ല, അവർ കൈകാര്യം ചെയ്തില്ല. എന്നേക്കാൾ എമർജൻസി ആയിട്ടുള്ള ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ആളുകളെ എടുക്കുന്നതിന് വേണ്ടി ആംബുലൻസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അക്കാരണത്താൽ എനിക്ക് ഇമ്മീഡിയറ്റ് അറ്റൻഷൻ കിട്ടിയില്ല. ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ആംബുലൻസ് എത്തുന്നത്. അപ്പോൾ അപ്പോഴേക്കും ഞാൻ വല്ലാത്ത രീതിയിൽ ആയിക്കഴിഞ്ഞു. ശരീരമെല്ലാം ഭയങ്കരമായ രീതിയിൽ വേർത്തും വല്ലാത്ത രീതിയിൽ ക്ഷീണമായി, സഹിക്കാൻ വയ്യാത്ത വേദനയും കഴപ്പുമായി. അവരെല്ലാം ഉടൻ തന്നെ വന്നവരെല്ലാം ഭയങ്കര എക്സ്പെർട്ടാണ്. നമ്മുടെ ഇവിടെ വരുന്നവരൊന്നുമല്ല, അവരെല്ലാ രീതിയിലും എക്സ്പെർട്ടാണ്. നമുക്ക് മെഡിസിൻ വേണമെങ്കിൽ മെഡിസിന്, പിന്നെ ECG വേണമെങ്കിൽ അതെ, മറ്റേ ബ്ലഡ് വേണമെങ്കിൽ അതെ, അതെല്ലാം കൊടുക്കാൻ വെൽ എക്വിപ്ഡായിട്ടുള്ള ആംബുലൻസാണ് വരുന്നത്. അപ്പോഴത്തേക്കും വൈകിട്ട് 5 മണിയൊക്കെ ആയി. അവിടെ ഹോസ്പിറ്റലിലെത്തി ചെക്ക് ചെയ്ത അവസരത്തിൽ എനിക്ക് ബ്ലോക്കുണ്ട്. നേരത്തെ തന്നെ എനിക്ക് 2018 ബ്ലോക്ക് ഉണ്ടായതാണ്. വീണ്ടും ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അടുത്തൊരു ഹോസ്പിറ്റലിൽ, അവിടെ വാൻകൂവറിൽ തന്നെ മറ്റൊരു ഹോസ്പിറ്റൽ, റോയൽ കൊളംബിയ ഹോസ്പിറ്റലിൽ അന്ന് തന്നെ 7 മണിയായപ്പോഴത്തേക്ക് എത്തി. സ്റ്റെൻറ്റ് ഇട്ടു. അന്നേരം തന്നെ തിരിച്ച് നേരത്തെ കൊണ്ടുവരുന്ന ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവിടെ അവരുടെ കയ്യിൽ നമ്മൾ എത്തുന്നതാണ് പാട്. എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റാണ്. നമ്മുടെ ആരുടെ സഹായം അവിടെ ആവശ്യമില്ല. അവരുടെ ഡോക്ടേഴ്സ്, സിസ്റ്റേഴ്സ്, അവിടെ ബാക്കിയുള്ളവരെല്ലാം അത്ര കെയർഫുള്ളായിട്ടാണ് ഒരു പേഷ്യൻറ്റിനെ കൈകാര്യം ചെയ്യുന്നത്. എല്ലാം ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അത്രമാത്രം പെർഫെക്റ്റാണ്, നീറ്റാണ് ആ ട്രീറ്റ്മെൻറ്റൊക്കെ. അങ്ങനെ ആ ഒരു ദൈവകൃപ ഞാൻ രണ്ടാമത് എഴുതിക്കാൻ കാരണം, ഈ വിശുദ്ധ കുർബാന അവിടെ പൂർത്തീകരിക്കാൻ ഇനി ഒരച്ഛൻ വരണമെങ്കിൽ പിറ്റേ ദിവസമേ ഒക്കത്തുള്ളൂ. തൊട്ടടുത്തെങ്കിലും വൈദ്യരൊന്നുമില്ല. ആ രാജ്യത്ത് പിന്നെ ടൊറൻറ്റോയിൽ പോകണം. ടൊറൻറ്റോയിൽ ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്നും 5.5 മണിക്കൂർ ഫ്ലൈറ്റുണ്ട്. അതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. അപ്പം വിശുദ്ധ കുർബാന അവിടെ വിശുദ്ധ ത്രോണോസിൽ വച്ചുകൊണ്ട് ഇനി അത് പൂർത്തീകരിക്കാൻ ഒരു വൈദികൻ വരാൻ ഒരു നിർവാഹമില്ലാത്തതുകൊണ്ട് എന്നെ എഴുന്നേൽപ്പിച്ച് മതിയാവും. അങ്ങനെയാണ് എന്നെ ആ വിശുദ്ധ കുർബാന പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് എന്നെ എഴുന്നേൽപ്പിച്ചത്. അല്ലെങ്കിൽ നമ്മളത് ആലോചിച്ച് നോക്കി, ആളില്ലാതെ, ശുശ്രൂഷകരില്ലാതെ, വൈദികരില്ലാതെ എങ്ങനെ അത് ആ ത്രോണോസിൽ വെച്ചേക്കാൻ പറ്റും? അത് ചിന്തിക്കാൻ നോക്കുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ടാണ് ദൈവം എനിക്ക് വീണ്ടും ജീവൻ തന്ന് ബാക്കി കുർബാന പൂർത്തീകരിച്ച് കഴിഞ്ഞ ഡിസംബർ 17-ാം തീയതിയാണ് 2023. ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏത് രീതിയിലാണ് ദൈവിക സാന്നിധ്യം നമ്മൾക്ക് തന്നതെന്നും എങ്ങനെയാണ് കരുതെന്നും നമ്മളുടെ മനുഷ്യൻ പഠിച്ചിട്ടുള്ള വാക്കുകളുണ്ടോ ഒന്നും നമുക്ക് വിശദീകരിക്കാൻ സാധ്യമല്ല. അതൊരു എക്സ്പീരിയൻസാണ്. അതൊരു വിശ്വാസം എന്നതിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസാണ്. വിശ്വാസം എന്ന് ഫെയ്ത്ത് എന്ന് പറയുന്നതല്ല, അതിനേക്കാൾ ഫെയ്ത്തിൻ്റെയൊക്കെ അപ്പുറം കടന്ന ഒരു എക്സ്പീരിയൻസ് അല്ല, ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്തതാണത്. പ്രവാസ ജീവിതത്തിൽ അന്യപ്പെട്ട ഏകനായിരിക്കുന്ന അവസരത്തിലാണ് നമ്മുടെ ചിന്ത ദൈവത്തിലേക്ക് കൂടുതലായിട്ട് ഉയരുവാൻ സാധിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആശ്രയം അപ്പോഴാണ് നമുക്ക് കൂടുതൽ അനുഭവിക്കാൻ. അപ്പോൾ നമ്മൾ ഓരോ മനുഷ്യരും ഈ പ്രവാസ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ് അവരുടെ എല്ലാം ജീവിതം. ഏത് രാജ്യത്ത് പോയിരുന്നാലും, എത്ര നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞിരുന്നാലും, അവരുടെ പ്രയാസം വരുന്ന അവസരത്തിൽ ദൈവമായിട്ട് ബന്ധപ്പെടും. മനസ്സുകൊണ്ട് ദൈവമായിട്ട് അടുക്കും. മനസ്സിൽ ദൈവത്തിൻ്റെ ചിന്തകൾ വരും. അവൻ്റെ പ്രയാസങ്ങളെ ലഘൂകരിക്കുന്നത്, ആശ്വാസം കൊടുക്കും, സമാധാനം കൊടുക്കും. അതവൻ്റെ ജീവിതത്തിനൊരു വലിയ അടിത്തറയായിട്ട്
ഒരു ശക്തിയായിട്ട് അത് പരിണമിക്കുകയും അവന് മുന്നോട്ടുള്ള ഗമനം സുഗമമാക്കി കൊടുക്കുകയും ചെയ്തു.